അതുണ്ടല്ലോ ഇത്തവണ വെക്കേഷൻ തീർന്ന് അറിഞ്ഞതേ ഇല്ലതാ. ഇന്ന് സ്കൂൾ തുറക്കാണ്. പിള്ളേരെല്ലാവരും രാവിലെ തന്നെ കുളിച്ചിറങ്ങി പള്ളിയിലേക്ക് പോയി കേട്ടോ. കുർബാനക്കൊക്കെ പോയി. നല്ല മക്കളാണ് തീരുമാനിച്ചു. ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ട് അടുക്കളയിലേക്ക് വന്ന് പാലപ്പത്തിനുള്ള പൊടിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് അപ്പോൾ പാലപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ എമ്മിക്കുട്ടനാണെങ്കിൽ 1 മന്ത് കഴിഞ്ഞിട്ട് യൂണിഫോം കിട്ടുള്ളൂ. അതുകൊണ്ട് ആൾ ആദ്യമേ തന്നെ സെറ്റായി ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ മുട്ടക്കറിയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ മുട്ടക്കറിയും കഴിക്കാമായിരുന്നു. റബേക്ക കുട്ടി ആ യൂണിഫോമൊക്കെ കിട്ടുവന്നു കേട്ടോ. റബേക്കൊക്കെ യൂണിഫോമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഇത്തവണത്തെ ഏറ്റവും വലിയ മടിച്ച് സാറമോളായിരുന്നു. സ്കൂൾ തുറന്നപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം, അയ്യോ പോണമല്ലോ ഒന്നും നടന്നിരുന്നത് സാറമോളാട്ടോ. അതാ ഇവിടെ വിഷമിച്ച് എന്ന് ബുക്കൊക്കെ എല്ലാം എടുത്ത് വെക്കുകയാണ്. ഇന്നലെ പറഞ്ഞിട്ട് ആൾ കേട്ടില്ല. ഡോർഫിനാണെങ്കിൽ രാവിലെ പണിയായിരുന്നു. ഷൂ കഴുകുന്നു, അത് കഴുകുന്നു, ഇത് കഴുകുന്നു, അതെല്ലാം കഴിഞ്ഞ് വന്ന് ആളും വേഗം തന്നെ അപ്പം കഴിച്ചു. അതിനിടയിൽ സാറമോൾ ഇതാ ടാറ്റ ബൈ പറഞ്ഞ് സ്കൂളിലേക്ക് പോയി. ഞങ്ങളും പിന്നെ 9:30 ഞങ്ങൾക്ക് എത്തേണ്ടത് കേട്ടോ. അപ്പം ഞങ്ങളും പ്രാർത്ഥിച്ച് റെഡിയായി വീട്ടിൽ നിന്ന് 9:10 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അതിനിടയിൽ മമ്മീനൊക്കെ വിളിച്ചു. സ്കൂൾ തുറക്കാണല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മമ്മീനോടൊക്കെ ബ്ലെസ്സിങ് ഒക്കെ വാങ്ങി പിള്ളേരെ. അപ്പോൾ ഞങ്ങൾ നേരെ തന്നെ വണ്ടി കയറി എത്താറാവുമ്പോഴേക്കും രണ്ടിൻ്റെ മുഖം നോക്ക്, വേണ്ടമ്മേ വേണ്ടായിരുന്നു, ഇന്ന് തുറക്കുമോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ വാതിക്കലേക്ക് എത്തി. പപ്പ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി നടന്ന് പൊക്കോളാം, പകുതി കഴിഞ്ഞിട്ട് പപ്പ തിരിച്ചു പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഭയങ്കര വിഷമമായിരുന്നു. എന്തായാലും ഇത്തവണ കരച്ചിലൊന്നുമില്ല, വലിയ ക്ലാസ്സിലായിരുന്നു. ലൂയിസ് സാർ അവിടെ നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിള്ളേരെ വെൽക്കം ചെയ്തു. ഇതാണ് നമ്മുടെ സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ചെല്ലാണ്. ഞങ്ങൾ 1 ഇയർ വേറെ സ്കൂളിൽ പഠിച്ചിട്ട് വീണ്ടും സെൻറ്റ് മേരീസിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. ഇതാ പിള്ളേരെയൊക്കെ സാറ് വെൽക്കം ചെയ്തു. സാറിൻ്റെ വെൽക്കമിങ് ഒക്കെ സ്വീകരിച്ചു. ഞങ്ങൾ നേരെ 3ാമത്തെ നിലയിലാണ് റബേക്ക മോള്. അപ്പോൾ എമ്മീനെ ഞാൻ താഴത്ത് പ്രവേശനോത്സവത്തിന് ഇരുത്തിയിട്ട് റബേക്കനെ അവളുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിരുത്തി. പഴയ ഫ്രണ്ട്സിനെ കിട്ടിയ സന്തോഷത്തിൽ പക്ഷേ ഇവിടെ ഒരാളിപ്പോൾ കരച്ചിലായി. ഞാൻ അവിടെ പോയ നേരം കൊണ്ട് അമ്മേനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടൊരു കരച്ചിൽ കേട്ടോ. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ചിരുത്തിയപ്പോൾ എന്നോട് പറയാം, വേറെ കുട്ടികളൊക്കെ കരയണം കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയതാ. LKG-കാർക്ക് കരയണ്ടപ്പോൾ ഇവളും കരഞ്ഞു പോയി. അങ്ങനെ പിന്നെ ഞാൻ പ്രവേശനോത്സവത്തിൻ്റെ ഹാളിൽ നിന്ന് അവളെ അവളുടെ പഴയ ബെസ്റ്റിയുടെ അടുത്ത് എത്തിച്ചു. ഞങ്ങളുടെ എവലിൻ റോസ്, ഇതാണ് അവളുടെ സാറ്, പുതിയത് ക്ലാസ് ടീച്ചർ ജിനേഷ് സാറാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ നമ്മുടെ ആകാശക്കുട്ടിനും അച്ചുകുട്ടിയും കൂടെ ഇവർക്ക് നമ്മുടെ പിള്ളേർക്ക് ഒരു ബോംബ് മിഠായിയൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ അതിട്ട് കേൾക്കാം ബോംബ് മിഠായി എന്നുള്ളത്. അതൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഡോപ്പി വന്നു വണ്ടിയായിട്ട്. ഞങ്ങളങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും സാറമോളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായി കഴിഞ്ഞു. ഇനി നാളെയാണ് ദൈവമേ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞു വിടാം. സ്കൂളിൽ നിന്ന് പുതിയ ബാഗൊക്കെ കിട്ടിയതൊക്കെ കാണിച്ച് വലിയ സന്തോഷമായിട്ട് നിൽക്കണം. അപ്പം നാളെ കാണാം. അതുവരേക്കും ബൈ.